പാലക്കാട് തത്തമംഗലം സ്കൂളിൽ പുൽക്കൂട് പൊളിച്ച സംഘികളെ ന്യായീകരിക്കാൻ വന്ന ക്രിസംഗി കെന്നഡി കരിമ്പുംകാലെ ഇന്നലെ മാതൃഭൂമി ഫ്ലോറിലിട്ടൊന്ന് ചവിട്ടി കൂട്ടിയിട്ടുണ്ട്. കെന്നഡിയുടെ പുൽക്കൂട് പൊളിച്ചതിൻ്റെ ന്യായീകരണം കേട്ടിട്ട് പച്ച കവളിമടൽ പ്രയോഗമല്ലാതെ സംസാരം അർഹിക്കുന്നില്ല. പക്ഷേ വാക്കുകൊണ്ട് ഈ വിഷയത്തിൽ ആങ്കർ അഭിലാഷ് മോഹനും ഇടതുപക്ഷ പ്രതിനിധിയായ ജയിക്കും കൊടുത്ത മറുപടി ആ കവിളിമടൽ പ്രയോഗത്തിനോളം പോന്നതായിരുന്നു. ബി.ജെ.പി. നേതാവിനേക്കാൾ കൂടുതൽ വർഗീയമായ മനസ്സോടുകൂടെ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് ആരാണ്? അണ്ണാക്ക് പരിശോധകനായിട്ടുള്ള RSSന്റെ കാല് കഴുകിയ വെള്ളമേ കുടിക്കൂ എന്ന് താല്പര്യമുള്ള ചില ആളുകൾ ഈ ചർച്ചയിൽ വന്നിരിക്കില്ലേ? മുനമ്പത്ത് വഖഫ് ഭൂമിയാണെന്ന് കളവ് പറഞ്ഞ ഇസ്ലാമിന്റെ നേതാക്കന്മാരെ, മൗലവിമാരെ എല്ലാം തള്ളി പറയാൻ ഈ രണ്ട് ചെറുപ്പക്കാർ പേരെടുത്ത് ചോദിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും തയ്യാറാണോ? ഈ വഖഫിന്റെ വിഷയം ഈ ചർച്ചയിൽ തന്നെ, ഇതേ ഫോറത്തിൽ തന്നെ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. അന്ന് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പ്രതിനിധികൾ വരികയും ചെയ്തിരുന്നു, അവരുടെ അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു. വഖഫ് വിഷയത്തിൽ ഇപ്പോൾ സർക്കാർ തന്നെ ഒരു നില സ്വീകരിക്കുകയും ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് അത് സ്വീകാര്യമാവുകയും പുതിയ കമ്മീഷൻ അക്കാര്യവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം എടുക്കാനിരിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോ എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നുള്ളത് നല്ല താല്പര്യമാവില്ല. ഇപ്പൊ ഞാൻ പുൽക്കൂട് പൊളിച്ചതിനെ കുറിച്ചൊന്ന് ചോദിച്ചു പോയി, അതൊരു വലിയ തെറ്റായി പോയി തോന്നുന്നു. ചെറുതായിട്ടൊന്ന് പുൽക്കൂട് പൊളിച്ചതിന് ഇപ്പോ ഇത്രയൊക്കെ അനുവദിച്ചില്ലേ? അപ്പൊ ചെറുതായിട്ടൊന്ന് പുൽക്കൂട് പൊളിച്ചതിന് ഇത്